നമസ്കാരം. മലയാളിയായ യുവതിയെ ബംഗളൂരുവിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ വൻ ട്വിസ്റ്റ്. ബംഗളൂരുവിലെ ക്യാബ് ഡ്രൈവറും സംഘവും തന്നെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നായിരുന്നു ഡിസംബർ 2-ന് മലയാളി യുവതി പരാതി നൽകിയത്. ബംഗളൂരുവിലെ ബാൻസ്വാഡ പോലീസായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തിയത്. ആദ്യം പരാതി ലഭിച്ചത് മടിവാള പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നീട് ഇത് ബാൻസ്വാഡ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പല പൊരുത്തക്കേടുകളും കണ്ടെത്താനായി. ക്യാബ് ഡ്രൈവറുമായിട്ടുള്ള അടുപ്പം യുവതിയുടെ കാമുകൻ കണ്ടുപിടിച്ചതോടെ രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയ വഴിയായിരുന്നു വ്യാജ ആരോപണമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെത്തിയ യുവതി അവിടെ വെച്ച് ഡ്രൈവറെ പരിചയപ്പെടുകയും പിന്നീട് ഇരുവരും അടുപ്പത്തിലാകുകയും ചെയ്തു. ഇരുവരും ഒന്നിച്ച് നൈറ്റ് ക്ലബ്ബിൽ പോവുകയും പിന്നീട് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവധി സമയത്ത് യുവതി കേരളത്തിലേക്ക് വന്ന സമയത്താണ് നാട്ടിലെ യുവതിയുടെ കാമുകൻ കഴുത്തിലെ മുറിപ്പാട് കാണുന്നത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്യാബ് ഡ്രൈവറും കൂട്ടാളികളും ചേർന്ന് തന്നെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു യുവതിയുടെ മറുപടി. ഇത് വിശ്വസിച്ച യുവാവ് സംഭവത്തിൽ പരാതി നൽകാൻ യുവതിയുമായി മടിവാള പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് ക്യാബ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. യുവതിയുമായി തനിക്ക് മുൻപരിചയമുണ്ടെന്നും തന്റെ ക്യാബ് ബുക്ക് ചെയ്തതിനു ശേഷം തങ്ങൾ സൗഹൃദത്തിലായെന്നുമായിരുന്നു ക്യാബ് ഡ്രൈവർ മൊഴി നൽകിയത്. തങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധം സമ്മതപ്രകാരമായിരുന്നുവെന്നും യുവാവ് വെളിപ്പെടുത്തി. ഇതിന് തെളിവായി വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് കൈമാറി. സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിയായ യുവതിയും ക്യാബ് ഡ്രൈവറും മലയാളിയാണ്. യുവതിയുടെ വാക്ക് വിശ്വസിച്ചാണ് കാമുകൻ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ തന്നെ പോലീസ് ബലാത്സംഗത്തിന് കേസെടുക്കുകയായിരുന്നു. ഡ്രൈവറുടെ സുഹൃത്ത് സംഭവ സമയത്ത് കൂടെയുണ്ടായിരുന്നു എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ കൂട്ടബലാത്സംഗം നടന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കള്ളപ്പരാതി നൽകിയതിന് യുവതിക്കെതിരെ പോലീസ് നിയമ നടപടികൾ ആരംഭിക്കുകയും കേസ് അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളുള്ള ഈ കേസിൽ വേണ്ടത്ര പരിശോധിക്കാതെയാണ് മടിവാള പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും എന്നാൽ ബാൻസ്വാടി പോലീസ് വേഗത്തിൽ നടത്തിയ അന്വേഷണമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചതെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി.